കോൺട്രാക്ട് മാരേജ് ഭാഗം 25. സ്റ്റോറി വായിക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വരുന്നുണ്ട് രണ്ടും തെണ്ടലൊക്കെ കഴിഞ്ഞിട്ട്. ശിവൻ്റെ അച്ഛൻ കലിയോടെ ചന്ദ്രികയോട് പറഞ്ഞതും അകത്തേക്ക് കയറി വന്ന രണ്ടുപേരെയും അവർ നോക്കി. എല്ലാവരും ഓരോന്ന് പറഞ്ഞെങ്കിലും രണ്ടാളും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് അവർക്ക് തോന്നി. ശിവൻ്റെ അച്ഛനെ കണ്ടതും ഭദ്ര ശിവന് മറഞ്ഞാണ് നിൽക്കുന്നത്. അയാളുടെ ഉള്ളിൽ തന്നോട് എത്രത്തോളം വെറുപ്പുണ്ടെന്ന് അറിയാവുന്ന തന്നെ അതിന് കാരണം. നാട് നിരങ്ങാൻ പോയിട്ടുള്ള വരവായിരിക്കും. നീയൊക്കെ ഒരു മകനാണോടാ? ജനിപ്പിച്ചു വളർത്തിയ അച്ഛനെ തന്നെ തോൽപ്പിക്കാൻ എവിടെയോ കിടന്നൊരു പിഴച്ചവളെ. പറഞ്ഞു തീരും മുന്നേ ശിവൻ്റെ കൈകൾ അടുത്ത് കണ്ടൊരു ഫ്ലവർ വേസ് തട്ടിത്തെറിപ്പിച്ചിരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള പേടിയോടെ ചന്ദ്രികയും ഭദ്രയും പരസ്പരം നോക്കി. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ മുതലുള്ള അച്ഛൻ്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ, അതിൻ്റെ പ്രതിഫലമെന്നോണം നിലത്ത് വീണ് കിടക്കുന്ന ഫ്ലവർ വേസ്. തൻ്റെ വാക്കുകൾക്ക് മേലുള്ള മകൻ്റെ പ്രതികാരം പോലെയാണ് അയാൾക്കതൊക്കെ കണ്ട് തോന്നിയത്. ഇവൾക്ക് വേണ്ടി നീ എന്നോട് പകരം ചെയ്യാറായോ ശിവ? ആർക്കു വേണ്ടിയുമല്ല, എനിക്ക് വേണ്ടി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ തീയായിരുന്നു. എല്ലാം കണ്ട് പേടിച്ച് നിൽക്കുന്നവളെ അവൻ തൻ്റെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചു. ഇങ്ങനെ വായിൽ തോന്നിയത് എന്തും വരുന്നവരും പോകുന്നവരും വീട്ടിലുള്ളവരും ഇവളെ പറയാൻ നിന്നാൽ ഞാൻ പിന്നെ എന്തു വേണം? ശിവൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് ഭദ്ര നോക്കാനേ പോയില്ല. എൻ്റെ പേരിൽ ഇവിടെ ഉണ്ടാകുന്ന ഓരോ വഴക്കും ഒരു തരത്തിൽ എൻ്റെ കൂടി സമാധാനമാണ് കളയുന്നത്. കുറച്ചു നാളത്തേക്കാണെങ്കിലും ഇതിനൊക്കെ നിന്നു കൊടുക്കേണ്ടി വരുന്നു. ഭദ്രയ്ക്ക് എത്രയും വേഗം മുറിയിലേക്ക് പോകണമെന്നുണ്ട്. ഇപ്പോൾ അതിന് കഴിയുകയുമില്ല. ശിവ, നീ അച്ഛനോട് വഴക്കിന് നിൽക്കാതെ മുറിയിലേക്ക് പോ. അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതിന് കൂടെ അച്ഛനും മകനും കൂടി പോര് കോർക്കുന്നത് കണ്ടിട്ട് വേണം അമ്മയുടെ മനസ്സ് വിഷമിക്കാൻ. വലിയൊരു വഴക്കിന് തിരികൊളുത്തി കഴിഞ്ഞെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞതും ശിവൻ അരിശത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് അച്ഛനെ ഒന്ന് രൂക്ഷമായി നോക്കി മുകളിലേക്കുള്ള പടികൾ കയറി. നീ എന്തിനാ ചന്ദ്രികയെ അവനെ തടഞ്ഞത്? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നു. ശിവൻ മുകളിലേക്ക് കയറി ചെല്ലുന്ന കണ്ട് അയാൾ പറഞ്ഞതും ചന്ദ്രികയ്ക്ക് ദേഷ്യം വന്നു. എങ്ങനെയെങ്കിലും അച്ഛനും മോനും തമ്മിലൊരു വഴക്കുണ്ടാവണമെന്ന് കരുതി ഒഴിവാക്കി വിടാൻ നോക്കുമ്പോൾ ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടില്ലേ? ഇവർക്ക് അപ്പനും മോനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് ബഹളം വെച്ചിരുന്നാൽ മതി. അതിനിടയ്ക്ക് പെട്ടുപോകുന്ന എൻ്റെ അവസ്ഥയാണ് മോശം. എല്ലാ വീട്ടിലെയും അമ്മമാരുടെയും ഏറ്റവും വലിയ ടെൻഷൻ ഇതുതന്നെയായിരിക്കും. ചന്ദ്രികെ, നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ വഴക്കുണ്ടാക്കി രണ്ടു വഴിക്ക് പോയാൽ മതി. ഒരമ്മയും ഭാര്യയുമായി എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇപ്പം നീ അമ്മയും ഭാര്യയും മാത്രമല്ലല്ലോ, അമ്മായിമ്മ കൂടിയല്ലേ? അയാളുടെ പരിഹാസത്തോടുള്ള സംസാരത്തിന് ചന്ദ്രിക മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്കറിയാം നിനക്കതിന് ഉത്തരം കാണില്ലെന്ന്. നിൻ്റെ മനസ്സിൽ വരുന്ന മാറ്റങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതരുത്. എന്തു മാറ്റം? ഏട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നത്? രാവിലെ ഞാൻ കണ്ടു മരുമകൾ ഇറങ്ങി വരുന്നത് നോക്കി നീ ഇവിടെ നിൽക്കുന്നത്. ചന്ദ്രിക ചെറിയൊരു പരിഭ്രമത്തോടെ അയാളോട് എന്തു പറയുമെന്നുള്ള ആലോചനയോട് നിന്നു. ശിവൻ ഏതൊരു പെണ്ണിനെയും അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നാലും തനിക്കുണ്ടാവാനിടയുള്ള മാറ്റം മാത്രമേ ഭദ്രയുടെ കാര്യത്തിലുമുള്ളൂ. പക്ഷേ അതേപ്പറ്റി ഇവിടെ എന്തെങ്കിലും പറയാൻ പോയാൽ ഭർത്താവ് മാത്രമല്ല, ഭർത്താവിൻ്റെ അരുമ പെങ്ങൾ കൂടി അതറിയും. അങ്ങനെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാണ് ചിലതൊക്കെ മനസ്സിൽ തന്നെ വെക്കുന്നത്. നിൻ്റെ നിൽപ്പിൽ തന്നെയുണ്ട് എല്ലാത്തിനുമുള്ള മറുപടി. ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ എൻ്റെ തീരുമാനത്തിനപ്പുറം നിനക്കൊന്നും ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഞാൻ മാറ്റി നിർത്തിയവരെ നീ അടുപ്പിക്കാനും ശ്രമിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നമുക്കിടയിലെ ബന്ധത്തിന് വിള്ളൽ വീഴും. അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി. ഈ പ്രായത്തിൽ ഒരു വിവാഹമോചനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് അധിക സമയം ചിന്തിക്കേണ്ടി വന്നില്ല. ഒരേ സമയം ഞെട്ടലും അതിനേക്കാൾ ദേഷ്യവും തോന്നി. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? ഇതിന് കൂടുതൽ അറിയേണ്ട കാര്യമില്ല ചന്ദ്രികെ. ഇത്രയും വർഷത്തെ ജീവിതത്തിനുള്ളിൽ നിനക്കെന്നോട് ചില നീതി പുലർത്തലൊക്കെ ആവാം, അതും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ. അതിന് ഞാൻ... അയാൾ പറയുന്നത് കേട്ട് വിഷമത്തോടെ അവരയാളെ നോക്കി. നീയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ നിൻ്റെ മനസ്സ് മാറി തുടങ്ങിയിട്ടുണ്ട്. അത് പാടില്ല. ഞാൻ നിനക്കൊരു അവസരം പോലെ തരികയാണ് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ. ചന്ദ്രികയൊന്ന് മൂളി. എന്താ രണ്ടുപേരും കൂടി ഇവിടെ? അച്ഛമ്മ വരുന്ന കണ്ട് പെട്ടെന്ന് സംസാരം നിർത്തിയവർ. എന്താടാ, എന്താ പ്രശ്നം? നീ അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ശിവൻ്റെ കാര്യത്തിനാണേൽ അത് അവനോട് പറഞ്ഞാൽ പോരെ, അല്ലാതെ ഇവളെന്ത് ചെയ്തു? അമ്മ തന്നെ കുറ്റപ്പെടുന്നത് കേട്ട അമർഷത്തോടെ നിന്നയാൾ. ഏട്ടൻ എന്നെയൊന്നും പറഞ്ഞില്ലമ്മേ. ചന്ദ്രിക ഭർത്താവിൻ്റെ മുഖം കണ്ട് അനുനമിക്കാൻ എന്നോണം പറഞ്ഞു.
ഉവ്വ്, നീ അങ്ങനെയല്ലേ പറയൂ. എന്നാൽ രണ്ടാളും കേട്ടോ? നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. കേട്ടുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നതും. നാണമില്ലേ നിനക്ക് സ്വന്തം ഭാര്യയെ മകൻ ചെയ്ത കാര്യത്തിന് ഭീഷണിപ്പെടുത്താൻ? അമ്മയെല്ലാം കേട്ടെന്നറിഞ്ഞതോടെ അയാളുടെ തല താഴ്ന്നുപോയി. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിൻ്റെ മകനോടാകണം. അവനാണ് ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്, അല്ലാതെ ഇവളല്ല. അമ്മയും അവനെ സപ്പോർട്ട് നിൽക്കുവാണോ? കൊള്ളാം. അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ ആർക്കും സപ്പോർട്ട് പറഞ്ഞതല്ല. ശിവനെ നമ്മളൊക്കെ അനുസരിപ്പിക്കുന്ന പ്രായമല്ല. അവൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. അത് എനിക്കും ഇവൾക്കും മനസ്സിലാവുന്നുണ്ട്. നിനക്കും നിൻ്റെ പെങ്ങൾക്കും മാത്രമാണ് മനസ്സിലാകാത്തത്. ഇത് പഴയ കാലമല്ല എല്ലാം അടിച്ചേൽപ്പിക്കാൻ. നിൻ്റെ അച്ഛനും നീയുമൊക്കെ ഒരേ പ്രകൃതമാണ്. എൻ്റെ അച്ഛനെ ഞാൻ അനുസരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നോ അമ്മേ? അമ്മയുടെ വാ അടപ്പിക്കാനുള്ള കാര്യം പോലെ അയാൾ ചോദിച്ചതും അവരൊന്ന് പുഞ്ചിരിച്ചു. നിനക്കിപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നീ നിൻ്റെ പെങ്ങളുടെയും മക്കളുടെയും മനസ്സ് കാണുന്ന സമയത്ത് സ്വന്തം മകൻ്റെ കൂടി കാണൂ. അവൻ അത്രയും ഇഷ്ടമായിട്ടല്ലേ? അമ്മേ വേണ്ട, ഇതിൻ്റെ പേരിൽ അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല. അയാൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി. നീ പോയി നിൻ്റെ ജോലി നോക്ക് ചന്ദ്രികയെ. അവനോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനും അവൻ്റെ പെങ്ങൾക്കുമൊന്നും പറഞ്ഞാൽ തലയിൽ കയറുകയുമില്ല. നെടുവീർപ്പോടെ ചന്ദ്രിക തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. അയ്യോ കൊച്ചമ്മേ, എന്നോടാണോ? ഞാൻ എന്ത് കേട്ടെന്നാ? നീ കേട്ട കാര്യമല്ല, പൊതുവേ ഞാനങ്ങ് പറഞ്ഞതാ. അടുക്കളയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കണ്ടത് അകത്തേക്കൊടുന്ന കല്യാണിയാണ്. അത്രയും നേരം വാതിലിന് മറഞ്ഞു നിന്ന് താനും ഏട്ടനും കൂടി സംസാരിക്കുന്നത് കേട്ടു നിന്നതാണ്. ഞാൻ വരുന്നത് കണ്ടപ്പോൾ അകത്തെന്തോ പണി ചെയ്യുന്ന വ്യാജേനെ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നു. ചന്ദ്രയ്ക്കറിയാം കല്യാണിയെ നന്നായി. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊരു കൊട്ട് കൊടുക്കാറുമുണ്ട്. എനിക്ക് പക്ഷേ കൊച്ചമ്മ എന്നെ കുത്തി പറയുന്ന പോലെയാണ് തോന്നിയത്. അതെന്താ കല്യാണി, ഞങ്ങൾ സംസാരിക്കുന്ന എന്തെങ്കിലും ഒളിഞ്ഞു നിന്ന് കേട്ടോ നീ? എടുത്തടിച്ചതുപോലെയുള്ള ചന്ദ്രയുടെ ചോദ്യം കേട്ട് എന്തോ അബദ്ധം പെടുന്നതുപോലെ വേഗത്തിൽ പണി ചെയ്യാൻ തുടങ്ങി. എന്താ കല്യാണി, എന്താ നീയൊന്നും മറുപടി പറയാത്തത്? ഞാൻ ഇപ്പോഴാ കൊച്ചമ്മേ മെഷീനിൽ തുണിയിട്ട കാര്യം ഓർത്തത്. ശിവൻ കുഞ്ഞിൻ്റെ തുണിയുമുണ്ട്. എടുത്തൊന്ന് വെയിലത്തിടട്ടെ. ചെല്ല്. എനിക്കറിയാം കല്യാണി, നീ ഇവിടെ നടക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ട് നാട് മുഴുവൻ അതെല്ലാം പാടി നടക്കുമെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതും. അടുക്കള വാതിൽ വഴി പുറത്തേക്ക് പോകുന്ന കല്യാണി നോക്കി മനസ്സിൽ പറഞ്ഞു. അച്ഛനോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. നെറ്റിക്ക് മുകളിൽ വിരലുകൊണ്ടൊഴിയുന്നവൻ്റെ അടുത്തേക്ക് ചെന്നവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ അതേ ഇരിപ്പിരിപ്പാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ആർക്കാണേലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇപ്പം തന്നെ നമ്മൾ പുറത്ത് പോയതൊക്കെ ആരെങ്കിലും കണ്ടിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞു കാണും. അവിടെയൊക്കെ ചോദ്യങ്ങൾ കേട്ടിട്ട് കൂടിയാകും നമ്മൾ വന്ന് കയറിയപ്പോൾ അച്ഛൻ ഇത്രയും ദേഷ്യം. കുറച്ചു നേരം ഒന്ന് മിണ്ടാതെ നിൽക്കാമോ? നെറ്റിയിൽ നിന്ന് കൈയെടുത്ത് അവളെ നോക്കി പറഞ്ഞു. സോറി, ഞാനൊന്നും പറയില്ലിനി. അത്രയും പറഞ്ഞവൾ ഇട്ടുമാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. എന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഇയാൾ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നില്ല. അച്ഛനും മകനും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകും. അവിടെയൊക്കെ പരാക്ക് എൻ്റെ തലയിലും. ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്തൊക്കെയാവും ചർച്ച നടന്നിട്ടുണ്ടാവുക താഴെ. ഒരു കണക്കിന് അവർ പറയുന്നതും ശരിയല്ലേ? ഇത്രയും വലിയൊരു കുടുംബത്തിന് ആളുകൾക്ക് മുന്നിലുള്ള നിലയും വിലയുമൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് ഇല്ലാതാവില്ലേ? എന്തേ അതൊന്നും ഇയാളുടെ തലയിലേക്ക് മാത്രം കയറാത്തത്? ഭദ്രയ്ക്ക് നന്നായി അവനോട് ദേഷ്യം തോന്നി. 1 വർഷം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഇനി അതൊരു ചോദ്യമാകില്ലേ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ? ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങുമ്പോൾ ശിവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടത്. ഇതിപ്പോൾ 1-2 തവണയായി ഇങ്ങനെ കാണുന്നുണ്ട്. എന്തോ തന്നിൽ നിന്ന് മറച്ചു വെക്കും പോലെ. എന്തായിരിക്കും? ഫോൺ മേശപ്പുറത്ത് വെച്ച് ഒന്നും അറിയാത്തതുപോലെ റൂമിന് വെളിയിലേക്ക് പോകുന്നവനെ സംശയത്തോടെ നോക്കി നിന്നവൾ. എന്താണേലും കണ്ടുപിടിക്കും ഞാൻ. ഇനി ഇത് ശിവേട്ടൻ പറഞ്ഞ ശിവേട്ടൻ്റെ പെണ്ണാണോ? അങ്ങനെ കരുതവേ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അങ്ങനെ ഒരാൾ ഉണ്ടാകുമോ? എന്തുകൊണ്ടുണ്ടായിക്കൂടാ? അല്ലെങ്കിൽ തന്നോട് പറയുമോ സ്നേഹിക്കുന്ന പെണ്ണുണ്ടെന്ന്? ആരാകും അവൾ? അറിയണം. പറഞ്ഞ സത്യമാണെന്നറിയണം. അവളിൽ ശക്തമായ ആഗ്രഹം ഉടലെടുത്തു. തിരികെ ശിവൻ മുറിയിലേക്ക് വരുന്നത് വരെ അവൾ അവനായി കാത്തിരുന്നു. അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. ഒന്നിനും ഉത്തരം കിട്ടില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൾ അതൊക്കെ ഉള്ളിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചു. അവനറിയാതെ എങ്ങനെയും കണ്ടുപിടിക്കണം. ഫോൺ നോക്കാമെന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും തൻ്റെ പിന്നാലെയുണ്ട്. അതല്ലെങ്കിൽ ഫോൺ താഴെ വെക്കണം. അതിനുള്ള അവസരം കിട്ടുകയെന്നാൽ പാടാണ്. അകത്തേക്ക് കയറി വരുന്നവനെ കണ്ട് ബുക്ക് നോക്കുന്നതിനെ ഭാവിച്ച് അവനെ കാണാത്ത മട്ടിലിരുന്നു. 2 ദിവസം കൂടി നമ്മളിവിടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഫ്ലാറ്റിലേക്ക് മാറും.
മനസ്സിലൊരു ലഡു പൊട്ടിയ സന്തോഷം തോന്നിയവൾക്ക് എങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തീ ചവിട്ടി നിൽക്കും പോലെയാണ്. ഒരാഴ്ച അവിടെ നിന്നിട്ട് വരാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുതിയ 2 പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടി കുറച്ച് ഒരുക്കങ്ങൾ ആവശ്യമുണ്ട്. നശിപ്പിച്ചു. അവൻ്റെ പറച്ചിൽ കേട്ട് അവളുടെ മുഖം വീർത്തു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാമെന്ന് കരുതിയപ്പോൾ സമ്മതിക്കില്ലയാൾ. എന്താടി? ഒന്നുമില്ല. എപ്പോഴാ പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, പോയേക്കാം. എന്തായാലും ഇനി അങ്ങോട്ട് ശിവേട്ടൻ പറയുന്ന പോലെയല്ലേ എൻ്റെ കാര്യങ്ങൾ. ഗുഡ് ഗേൾ. ആ വിചാരമുണ്ടായാൽ മതി. അവൻ പറയുന്നത് കേട്ട് അരിശത്തോടെ ചവിട്ടിത്തുള്ളി പുറത്തേക്കിറങ്ങിപ്പോയവൾ അവൾ പോകുന്നത് നോക്കി ചെറിയൊരു ചിരി അവൻ്റെ ചുണ്ടിൽ മുട്ടിട്ടു. ഇനിയുള്ള അവരുടെ ജീവിതം മാറാൻ പോകുന്നത് അവരിരുവരും അറിഞ്ഞതുമില്ല.